ആൾക്കാർക്ക് ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. എന്താ എന്താ അതിന്റെ ഉദ്ദേശം? മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ, പണ്ടത്തെ വട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ, ഈ പണിയൊന്നും ഇല്ലാത്തോണ്ടാ. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, എപ്പോഴും മനുഷ്യൻ ബിസി ആയിരുന്ന കുറെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. എന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. പിന്നെ എന്താ അറിയോ, നമ്മൾ ക്ഷമയോടുകൂടി കുറെ കാലം നിൽക്കുമ്പോ ദൈവം തന്നെ വിചാരിക്കും ഇത് പോണില്ലല്ലോ എന്നാ പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയാം. വക്കീൽ സാർ വ്യക്തമായിട്ടൊരു കൊനസ്റ്റ് പറ, സാറിന് മനസ്സിലാവും. ആരണ്ടമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണല്ലേ. പൊതുവായിട്ടുള്ളൊരു ധാരണയാണ് മടി പിടിച്ചിരിക്കുന്നത് കാരണം, വേറെ പണിയൊന്നും ഇല്ലാത്തത് കാരണം, ഒരുപാട് സമയം ഫ്രീ ആയിട്ടുള്ളത് കാരണം, അതുകൊണ്ട് മാത്രമാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി, മൂഡ് സ്വിങ്സ്, ഓവർ തിങ്കിങ് ഒക്കെ വരുന്നത് എന്നുള്ളത്. ലെറ്റ് മീ ക്ലിയർ ഇറ്റ് ഫോർ യു. ഇതുകൊണ്ട് മാത്രമല്ല, വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാലല്ലോ കുറിപ്പ്, ഓപ്പരം പഠിച്ചൊന്നും ഞാൻ നോക്കൂല, ചവിട്ടി ചുമരുമോ പറ്റിച്ചാലും. മെന്റൽ ഇൽനെസ് വരും. ഇറ്റ് കെൻ ബി ഫൈനാൻഷ്യൽ, ഇറ്റ് കെൻ ബി കരിയർ റിലേറ്റഡ്, ഇറ്റ് കെൻ ബി ഫാമിലി, ഇറ്റ് കെൻ ബി ജനറ്റിക്കൽ, ഇറ്റ് കെൻ ബി ബയോളജിക്കൽ. So there can be multiple reasons. So if you don't know about it, educate yourself. Please educate yourself before you make any comment about mental health issues, because it's already a stigmatized area, and please don't make it any more difficult for people who are going through it. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, എന്തിനായിരുന്നു ഇപ്പത്? അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.